നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യ എതിരാളിയായി നിൽക്കുന്ന UDF നേതൃത്വം വളരെ വൃത്തികെട്ട രീതിയിൽ കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ശൈലജ ടീച്ചറെ പോലെയുള്ള സർവാംഗീകാരമുള്ള ഒരു പ്രതിസന്ധിയുടെ ചരിത്ര സന്ദർഭത്തിൽ ലോകമാകെ ഞെട്ടിത്തരിച്ച് വിറങ്ങലിച്ചു നിന്ന ദിവസങ്ങളില് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. നമുക്ക് മുമ്പ് പരിചയമില്ലാത്ത ഒരുപാട് അശ്ലീല പദങ്ങൾ, വൃത്തികെട്ട ലൈംഗിക അധിക്ഷേപങ്ങൾ എല്ലാം നടത്തുവാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഫേക്ക് ID ഉണ്ടാക്കി, ആ ഫേക്ക് ID ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ മാധ്യമങ്ങളെ ഹൈജാക്ക് ചെയ്യുകയാണ്. രാഹുൽ മാങ്കൂട്ട് ഇവിടെ വേണ്ടതാണ്. അദ്ദേഹം ഇന്ന് പാനൂരിൽ പത്രസമ്മേളനം നടത്തിയിട്ട് പത്രക്കാരെയൊക്കെ വെല്ലുവിളിച്ച് പോയിരിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഈ കേരളത്തിലെ ജനങ്ങളോട് ഉത്തരം പറയണം. പ്രൊഫഷണൽ പണം കൊടുത്ത് പെയ്ഡായിട്ടുള്ള ഏജൻസികളെ വെച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഷാഫിയും രാഹുൽ മാങ്കൂട്ടും അല്ലാതെ വേറെ ആരാ? രാഹുലിനെതിരെ രാഹുലിവിടെ ഉണ്ടാകണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ ചർച്ച ആരംഭിച്ചത് തന്നെ. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത് അദ്ദേഹത്തിന് ആ കേന്ദ്രം അറിയാമല്ലോ. താ നിൽക്കുന്നത് പിണറായി വിജയന്റെ പോലീസല്ലേ? അതെ അതെ. ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ VD സതീശന്റെ പോലീസ് അല്ലല്ലോ. ഇപ്പം ഞാനും കുഞ്ഞിക്കണ്ണൻ മാഷും കൂടെ ഒരുമിച്ച് പോകാം. ആ കേന്ദ്രത്തിൽ പോയിട്ട് കയ്യോടെ നമുക്ക് അവരെ പൊക്കിക്കൊണ്ടുവരാം. എന്താ, തയ്യാറുണ്ടോ? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അബ്ജോദേ, ഞാൻ മറുപടി പറയുമ്പോ എന്ത് മറുപടി പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ആലത്തൂരിന്റെ സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെ പറ്റി ഇവരുടെ ഒരു പ്രവർത്തകൻ ജെയ്സൺ ആന്റണി എഴുതിയതാ. ഞാൻ വായിക്കില്ല, എന്റെ സംസ്കാരം അതല്ലാത്തതുകൊണ്ട്. അബ്ജോദിന് വായിക്കാം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നത്. എന്റെ തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം. അങ്ങേക്കാണ് ഇതിന്റെ ചുമതലയെന്നോ മറ്റോ പറയുന്നത് കേട്ടു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പലിനെതിരായിട്ട് വന്നിരിക്കുന്ന ഈ കമന്റിന്റെ ഉത്തരവാദിത്തം ഈ മാറി അദ്ദേഹം ഏറ്റെടുക്കണം. ഈ പാനൂരിൽ ബോംബ് നിർമ്മിക്കുമ്പോ കൊല്ലപ്പെട്ട പ്രതി, അയാൾ പ്രതിയാണല്ലോ, ബോംബ് നിർമ്മിച്ച ആളാണല്ലോ. കൊല്ലപ്പെട്ടാലും അയാൾക്കൊപ്പം ഈ നിൽക്കുന്ന ആളുടെ പേര് KK ശൈലജ എന്ന ചിത്രമാണ് ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.